birthday to you. Happy birthday to you. Happy birthday to you. 1, 2, 3, 3, 4, 5, 6. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗുരുവായൂർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് കുറച്ച് അമ്പലത്തിലോട്ടൊക്കെ പോയി തൊഴണം. അതാട്ടോ പ്ലാൻ. നമ്മൾ നമ്മുടെ 2 വീലറിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചെറിയൊരു ലഗേജേ ഉള്ളൂ, ജസ്റ്റ് 2 ഡേയ്സ് പ്ലാനേ ഉള്ളൂ. റൂമൊക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ഒരു ഉത്സവം അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് റൂം ബുക്ക് ചെയ്തത്. 750 yards വരുന്നുണ്ട് ഡിസ്റ്റൻസ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഇവിടേക്ക്. ഉച്ചയായിട്ടോ നമ്മൾ എത്തിയപ്പോഴേക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലഗേജ് ഹോട്ടലിൽ വെച്ചിട്ട് അമ്പലത്തേക്ക് പോകാമെന്ന്. 2 വീലറിലാണ് വന്നത്. അപ്പോൾ റിസപ്ഷനിൽ അവർ പറഞ്ഞത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോള് ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ട്. ലഗേജൊക്കെ കൂടിയിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. റൂമിൽ പോണ വഴി 4 മൊട്ടപ്പന്മാരെ കണ്ടു. അപ്പം തന്നെ പിടിച്ചെടുത്തു ഞാൻ. ഇനി ഇവിടെ ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാട്ടോ അമ്പലത്തിലേക്ക്. നല്ല വിശപ്പുണ്ട്, ഉച്ചയായ സമയം. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ക്യൂ നിന്നിട്ട് നമുക്ക് പ്രസാദം കഴിക്കാം, ഭക്ഷണം കഴിക്കാം. കിട്ടുമെന്നറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ കിട്ടുമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് റൂമൊക്കെ കിട്ടിയിട്ടാണ്. ഇതാട്ടോ നമുക്ക് അവർ അലോട്ട് ചെയ്ത് തന്ന റൂം. ഡെയിലി സെയിം റൂട്ടീനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോയി 2 ദിവസം മാറി നിൽക്കാനൊക്കെ ഭയങ്കര കൊതി തോന്നുമല്ലേ. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എനിക്ക് കിട്ടിയൊരു വരദാനമായിരുന്നു കേട്ടോ ഈ യാത്ര. നാളെ നമുക്ക് ഗുരുവായൂർ പോയിട്ട് സ്റ്റേ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് പെട്ടിയിലാക്കിയിട്ട് ചാടി പുറപ്പെട്ടു വന്നതാണ് കേട്ടോ ഞാൻ. ഒന്നും നോക്കിയില്ല. അൺപ്ലാൻഡ് ട്രിപ്സ് ആർ ദ ബെസ്റ്റ് എന്നാണല്ലോ പറയാല്ലേ. ഇനി ഗുരുവായൂർ അമ്പലനടയിലേക്ക്. കർക്കിടക മാസമായിരുന്നു കേട്ടോ നമ്മൾ പോയതേ. നല്ല മഴയായിരുന്നു 2 ദിവസം മുമ്പൊക്കെ. പക്ഷെ നമ്മൾ പോയ അന്ന് മഴയൊക്കെ മാറി വെയിൽ വന്നൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ വെയിൽ വന്നപ്പോൾ എന്താ വെച്ചെങ്കിൽ ഭയങ്കര ചൂട്, ആ ഒരു ഉഷ്ണം നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. മഴ മാറിയപ്പോൾ തന്നെ ആ ഉഷ്ണം നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി നമുക്ക്. നമ്മുടെ നാട്ടിലെ മഴയാണെച്ചെങ്കിൽ പിന്നെ ഭയങ്കര മഴ, വെള്ളപ്പൊക്കം. മഴ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂട്, ഉഷ്ണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, അമ്പലക്കുളത്തിൽ നിറച്ചും വെള്ളമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നായിരുന്നു ഭക്ഷണത്തിൻ്റെ ക്യൂ പോകുന്നുണ്ടായിരുന്നത്. വലിയ ക്യൂ ഒന്നും അല്ലായിരുന്നു കേട്ടോ, ചെറിയൊരു ക്യൂ തന്നെയായിരുന്നു. അത് വേഗം വേഗം പോകുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടാ. ലാസ്റ്റത്തെ ട്രിപ്പായിരുന്നു ഞങ്ങൾ. അതിനുശേഷം കൗണ്ടർ അടച്ചു. നമുക്ക് നല്ല ഭാഗ്യമുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ. ഇപ്പോൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. അവിടെ തന്നെ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് മോക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് അമ്പലത്തിൽ വന്നിട്ട് തൊഴാനാണ് പ്ലാൻ. അപ്പം അങ്ങനെ ഞാനൊരു അമ്പലവാസിയോ അല്ലെങ്കിൽ എപ്പോഴും അമ്പലത്തിലേക്ക് വരുന്ന ഒരാളൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു മനസ്സിനൊരു പ്രസന്നതയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റീവിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലം കേട്ടോ ഗുരുവായൂർ അമ്പലം. അത്രയ്ക്കും ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല അത്ര നമുക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് ചെല്ലാൻ പറ്റുക. ഭഗവാൻ വിചാരിക്കണം നമ്മളെ കാണണം എന്ന്, അപ്പോഴത്ര നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുക. പിന്നെ ഞങ്ങൾ ജസ്റ്റ് കടകളിലേക്കൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയിട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കച്ചവടം സാധനങ്ങൾ ഭയങ്കര രസമാണ് കാണാൻ. നെറ്റിപ്പട്ടും ഭഗവാന്റെ വിഗ്രഹമൊക്കെ. യെസ് പിങ്കിക്കുട്ടി ചതിച്ചു ഗൈസ്. അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാട്ടാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഉറങ്ങണ്ട. ഫുള്ള് എനർജി വൈബ് ഓൺ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോയിട്ട് എന്തായാലും തൊഴാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയമായി ആണ് ക്യൂ നിൽക്കാമല്ലോ പോയിട്ട്. നമ്മൾ 4:30 ക്യൂ നിന്നിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കൊക്കെ തൊഴുതിറങ്ങിട്ടോ. വേഗം വേഗം പോകുന്നുണ്ടായിരുന്നു ക്യൂ. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിങ്കിയാണെച്ചെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ നടയുടെ അവിടുത്തെ തള്ളൊന്നും ആളെ ബാധിച്ചില്ല. കാരണം
ആള് നന്നായിട്ട് ഉറങ്ങുമായിരുന്നു ആ സമയത്ത്. പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ടല്ലോ, ദ്വാരക എന്ന് പറഞ്ഞിട്ട്, അവിടെ കയറിയിട്ട് മസാല ഭക്ഷണം കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഫോണ് കൗണ്ടറിൽ കൊടുത്തിട്ടില്ലായിരുന്നു. തൊഴുത് പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇനി മമ്മൂര് അമ്പലത്തിൽ തൊഴണമെന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രിയായിട്ടാണ്. ഭയങ്കര സന്തോഷമായിട്ടോ അകത്ത് കയറിയിട്ട് ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റി. ഇന്ന് വെണ്ണക്കണ്ണനായിരുന്നു കേട്ടോ രൂപ, അത് നന്നായിട്ട് കാണാനും പറ്റി. നമ്മൾ ഇടയ്ക്കും തലയ്ക്കും വല്ലപ്പോഴും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നാലമ്പലത്തിൽ കയറിയിട്ട് ശരിയായിട്ട് തൊഴുതു വന്നെങ്കിൽ മാത്രം നമുക്കൊരു മനസ്സിന് തൃപ്തി വരുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ചുറ്റമ്പലത്തിലൊക്കെ കയറി നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ആകെ കൂടി ഒരു തൃപ്തി കിട്ടില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറൂരമ്മേനെയും പൂന്താന നമ്പൂതിരിനെയും മേൽപ്പത്തൂരിനെയും വില്ലുമംഗലം സ്വാമിയാരിനെയും മഞ്ജുളേനെയും ഒക്കെ ഓർമ്മ വരും കേട്ടോ. അവരുടെയൊക്കെ കഥകൾ ഗുരുവായൂർ അമ്പലമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കല്ലേ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അമ്പലക്കുളം, അതിനെ രുദ്രതീർത്ഥക്കുളം എന്നാണ് കേട്ടോ പറയുക. അവിടെ പണ്ട് ഭഗവാൻ മഹാദേവൻ വന്ന് കുളിച്ചിരുന്നു എന്ന്. അതായത് ഭഗവാൻ മഹാദേവൻ എന്ന് പറയുമ്പോൾ രുദ്രനാണല്ലോ, അതുകൊണ്ട് അതിനെ രുദ്രതീർത്ഥക്കുളം എന്നാണ് പറയുക. ഇവിടെ വന്നു കഴിഞ്ഞാലേ ഞാൻ എന്തായാലും വാങ്ങിക്കുന്ന ഒരു സാധനം കേട്ടോ മുല്ലപ്പൂവ്. ഇന്നിപ്പോൾ എന്തായാലും രാത്രിയില്ലേ, നാളെ വാങ്ങിക്കാം കേട്ടോ നമുക്ക്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുമ്പോഴേ പ്രത്യേകിച്ചും സ്ത്രീകൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വരണം എന്നാട്ടോ പറയുക. കാരണം നമ്മൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഭഗവാനൊന്ന് നോക്കുന്നത് ആരായി വന്നിരിക്കുന്നത് ഇത്ര സൂപ്പറായിട്ട് എന്ന രീതിയിൽ അങ്ങനെ കേട്ടോ പറയാം. ഞങ്ങൾ പിന്നെയും കുറച്ച് ഷോപ്സിലേക്കൊക്കെ കയറി ഇറങ്ങി നോക്കിയിട്ടോ. അവൾക്ക് എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും വാങ്ങിക്കണം. പിങ്കിക്ക് അവൾക്കൊരു ആനേനെ ഇഷ്ടമായിട്ടോ, അതാട്ടോ വാങ്ങിക്കൊടുത്തത് അവൾക്ക്. ഇനി ഒരു സെറ്റ് വള കൂടി വാങ്ങിക്കണം കേട്ടോ അവൾക്ക്. അപ്പോൾ ഒരു ബാങ്കിൾ ഷോപ്പിൽ കൂടി കയറിയിട്ടോ ഈ ഒരു പിങ്ക് വള കണ്ടില്ലേ, അതാട്ടോ അവൾക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇനി ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഈ മമ്മിയൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കൂടി തൊഴണം കേട്ടോ. നമ്മൾ അവിടെ കൂടി പോയിട്ടോ രാത്രി തന്നെ. നട അടയ്ക്കാറായിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയിട്ടോ. അങ്ങനെ ഇനി നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി ഡ്രസ്സ് മാറ്റി ഹോട്ടലിൽ പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും വേണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് തന്നെ. പക്ഷേ ഹസ്ബൻഡിന് വിശപ്പുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിലുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ അത്, ഓ പേർഷ്യ എന്ന പേരിൽ. ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു പോകട്ടോ, രാത്രിയായി, കുറച്ച് സമയമായിട്ടാണ്. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസം എൻ്റായിട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴാൻ പറ്റി, പ്രസാദം കഴിക്കാൻ പറ്റി, അങ്ങനെ സൂപ്പറായിരുന്നു. മമ്മിയൂർ അമ്പലത്തിൽ പോയി. ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ അടുത്തുള്ള തിരുവെങ്കിടാചലപതി ക്ഷേത്രം, അതായത് കേരള തിരുപ്പതി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്, അങ്ങോട്ടേക്കാണ് ഫസ്റ്റ്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്കും പോകും. അതാണ് നാളത്തെ പ്രഥമ പ്ലാൻസ്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ ബൈ. ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ നമുക്ക് ഉടുക്കാനുള്ള ഡ്രസ്സൊക്കെ ബെഡിൽ വെച്ചു. ഇനി പിങ്കീനെ റെഡിയാക്കണം, എനിക്ക് റെഡിയാവണം, ഭക്ഷണം കഴിക്കണം, എന്നിട്ട് പോകണം. പിങ്കി രാത്രി കുറേ സമയമായിട്ടാട്ടോ ഉറങ്ങിയത്. എന്താണെന്നറിയില്ല, പുതിയ സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നു. അവൾ ഒരുപാട് വൈകി ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും അവളെ എണീപ്പിച്ച് കുളിപ്പിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കേട്ടോ. അവളെ എണീപ്പിച്ചിട്ട് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് അവളെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് എൻ്റെ പരിപാടിയിലോട്ടൊക്കെ ഞാൻ കിടക്കുള്ളൂ. നമുക്ക് നമ്മുടെ സ്റ്റേയുടെ കൂടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇഡ്ഡലി കേട്ടോ തന്നത് അവർ, ഇഡ്ഡലി വിത്ത് സാമ്പാർ ആൻഡ് ചട്നി. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. കേരള തിരുപ്പതി എന്നാണ് കേട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്.
ഇത് മതി 30 കുറച്ച് നേരം നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പോയിരുന്നിട്ട് ഡാൻസ് ഒക്കെ കണ്ടു കേട്ടോ. കുറേ ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. എനിക്ക് ഓണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസവ് സാരി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തെക്കേ നടയുടെ പുറത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടോ. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. 650 തൊട്ടിട്ടൊക്കെ നമുക്ക് കസവ് സാരി തുടങ്ങുന്നുണ്ട്. ആദ്യം ഞാൻ എൻ്റെ മോൾക്കാണ് കേട്ടോ ഉടുപ്പ് നോക്കിയത്. കോട്ടണിൽ വരുന്ന സെറ്റ് ഉടുപ്പുകളാണ് കേട്ടോ നോക്കിയത്. ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സെറ്റ് ഉടുപ്പുകളാണ്. ലൈനിങ്ങും ഉണ്ട്, അതും കോട്ടൺ തന്നെയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നില്ലെങ്കിലും ഉള്ള കളക്ഷൻസ് ഒക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. മെറ്റീരിയലും നല്ലതായിരുന്നു, പിന്നെ പ്രൈസും അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ 350 റുപ്പീസ് ആട്ടോ വരുന്നത്. 350 രൂപ. 350 രൂപയ്ക്ക് എനിക്ക് നന്നായിട്ട് തോന്നിട്ടോ ഈ ഉടുപ്പുകളൊക്കെ. ഇത് പോരെ 750 അല്ലേ? നല്ല അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അങ്ങനത്തെ വർക്കുകൾ വരുമല്ലേ? അതിങ്ങനെ കൃഷ്ണന്റെ പ്രിന്റ് വരുന്നല്ലേ? അത് കൃഷ്ണന്റെ പ്രിന്റ് അല്ലേ? ബ്ലൗസ് എങ്ങനെ വരിക? പ്ലെയിൻ ആയിരിക്കും, വർക്ക് ഉണ്ടാവില്ല. ഇത് ഫ്രണ്ട് വരും. ഇങ്ങനെ ബ്ലൗസ് പീസ്, ബ്ലൗസിന്റെ തുണി വരും. ബ്ലൗസിന്റെ തുണി ഇങ്ങനെ വരും അല്ലേ? ഇതെങ്ങനെ ഭംഗിയിൽ ഇതെടുത്താൽ മതി. ഞാൻ ഈ പൂവിൻ്റെ പ്രിന്റ് വരുന്ന സാരി ആട്ടോ എടുത്തത്. ഇത് അവർ 950 റുപ്പീസാണ് പറഞ്ഞത്, പക്ഷേ 850 റുപ്പീസിനാണ് കേട്ടോ തന്നത്. അപ്പോൾ ഒരു കുട്ടി ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് 12 മണിക്കാട്ടോ ചെക്ക് ഔട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ അപ്പോൾ ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടേട്ടാ. പിന്നെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും ചെറിയ സ്നാക്ക് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ഒരു 11:30 ടൈം അങ്ങനെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. പിന്നെ ചാനലൊന്ന് കണ്ട് ഇഷ്ടമായിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.